എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് കോഴ്സ് മാറ്റമാണോ അല്ലെങ്കിൽ സ്കൂളിലോ കോഴ്സോ രണ്ടും കൂടിയുള്ള മാറ്റമോ, ഈ ഒരു രീതിയിൽ ഏത് തരത്തിൽ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിലെ അഡ്മിഷൻ തുടരുന്നതായിരിക്കും. അതേ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സെക്കൻഡ് ട്രാൻസ്ഫറിനെ കുറിച്ച്. അപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫർ തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷമായിരിക്കും ഉണ്ടാവുക. ആ ഒരു ഘട്ടത്തിൽ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അഡ്മിഷൻ നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഒന്നും എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോഴുള്ള അഡ്മിഷൻ തുടരും, അവിടെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ തുടർന്ന്, അതായത് വേണമെങ്കിലല്ല, നിങ്ങൾക്ക് അവിടെ തന്നെയാണ് അഡ്മിഷൻ. അവിടെ നിങ്ങൾക്ക് പിന്നീട് ഇനി മുതലുള്ള ക്ലാസ്സുകൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോമ്പിനേഷനിലേക്കോ ട്രാൻസ്ഫർ ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്ക്, അതായത് നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കൊമേഴ്സാണ് കിട്ടിയത്, നിങ്ങൾക്ക് സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസോ ഒക്കെയാണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആദ്യം ലഭിച്ച ആ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ പിന്നീട് ഈ ഒരു കോഴ്സിലേക്കായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് നിങ്ങൾ എക്സ്ട്രാ ഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ ഫീസ് അടച്ച ശേഷം ആ ഒരു കോഴ്സിലേക്ക് മാറേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുതിയ സ്കൂളിലേക്കാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് A എന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ആദ്യം കൊമേഴ്സ് ആണ് കിട്ടിയത്, ഇപ്പോൾ B എന്ന സ്കൂളിലേക്ക് നിങ്ങൾക്ക് കൊമേഴ്സ് തന്നെ, അതായത് കോഴ്സ് മാറാതെയുള്ള സ്കൂൾ മാറ്റം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ട്രാൻസ്ഫറാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിലവിൽ നിങ്ങൾ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ TC, അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള ഈ ഒരു PTA ഫണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച ശേഷം വിദ്യാർത്ഥികൾ പുതിയ സ്കൂളിൽ, നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ ട്രാൻസ്ഫർ കിട്ടിയത് ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു ഓഗസ്റ്റ് 3-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോൾ മറ്റൊരു സ്കൂളിൽ നിന്ന്, അതായത് ആ ഒരു സ്കൂളിൽ പോകുമ്പോൾ വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ നിലവിലെ സ്കൂളിൽ നിന്നും അഡ്മിഷനായിട്ട് കൊടുത്ത ആ ഒരു ഡോക്യുമെൻറ്റ്സ് തിരിച്ചു വാങ്ങിയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലെറ്റർ പൂരിപ്പിച്ച ശേഷം നിങ്ങൾ നിലവിൽ സ്കൂളിൽ അഡ്മിഷൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു അഡ്മിഷൻ്റെ ആ ഒരു റെസിപ്റ്റ് ഉണ്ടാവും, അതായത് ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ്. അപ്പോൾ ആ ഒരു റെസിപ്റ്റും അതുപോലെ ബാക്കിയുള്ള ഫീസും സഹിതം വിദ്യാർത്ഥികൾ പുതിയ സ്കൂളിൽ പോയിട്ട് രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇനി അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിൽ മറ്റൊരു കോഴ്സാണ്, ഇപ്പോൾ നിലവിലെ സ്കൂളിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് കരുതുക, അടുത്ത സ്കൂളിൽ നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് കിട്ടിയത് എന്ന് കരുതുക, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഹയർ കോഴ്സാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് കിട്ടിയത് എങ്കിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിലെ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ TC, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻസുകൾ, അതുപോലെ PTA ഫണ്ട്, PTA ഡൊണേഷൻ ഫീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും സ്കൂളിൽ നിന്ന്. അതുപോലെ TCയും തിരിച്ചു തരുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക്, അതായത് TC എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ സ്കൂളിലുള്ള ആ ഒരു TC ആണ്, അല്ലാതെ മുമ്പ് ആ ഒരു SSLCക്ക് കിട്ടിയ ആ ഒരു TC അല്ല, പുതിയ TC ആയിരിക്കും. അപ്പോൾ ആ ഒരു TCയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിക്കുക. അതിനുശേഷം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിലേക്ക് പോകുമ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ ഈ ഒരു ഡോക്യുമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫീസ്, അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മുൻപ് ഈ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു അഡ്മിഷൻ്റെ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ റെസിപ്റ്റ് സഹിതം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ഈ ഒരു ഓഗസ്റ്റ് 3-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ
വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് മാറ്റമായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂൾ മാറ്റമായിക്കോട്ടെ ഏത് രീതിയിലുള്ള മാറ്റം ആയിരുന്നാൽ പോലും വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ലഭിച്ച ആ ഒരു രീതിയിലേക്കും അതായത് എങ്ങനെയാണ് കിട്ടിയത് ആ ഒരു സ്കൂളിലേക്ക് മാറേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ ഞാൻ ഓപ്ഷൻ വെച്ചപ്പോൾ ജസ്റ്റ് മാറിപ്പോയി, സ്കൂൾ കോഡ് മാറിപ്പോയി അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഇത് മാറിപ്പോയി, അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്, അത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ക്യാൻസൽ ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ പുതിയ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് ആ ഒരു ഓഗസ്റ്റ് 3-ന് മുമ്പായിട്ട് 3-ാം തീയതി വൈകുന്നേരം 4-ന് മുമ്പായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ ഇപ്പോൾ ഉള്ളത് ക്യാൻസൽ ചെയ്യപ്പെടുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യപ്പെടും, പിന്നീട് എവിടെയും അഡ്മിഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഇപ്പോൾ ഇഷ്ടമില്ലാതെ അതായത് സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ ആയിക്കോട്ടെ കിട്ടിയിട്ടുള്ളത്, പക്ഷേങ്കിൽ അത് നിങ്ങൾ ട്രാൻസ്ഫർ ഓപ്ഷൻ വെച്ചത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളോട് ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ വെക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഓപ്ഷനുകളെ വെക്കാവൂ എന്നുള്ളത് വിദ്യാർത്ഥികളോട് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. പക്ഷേങ്കിൽ അതുപോലെ തന്നെ കൺഫേം ചെയ്യും മുമ്പ് നിങ്ങൾ നൽകിയ ഓപ്ഷൻസൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ പല വിദ്യാർത്ഥികളിലും ചിലപ്പോൾ ശ്രദ്ധിക്കാത്തത് കാരണം ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത സ്കൂളോ അല്ലെങ്കിൽ ദൂരെയുള്ള സ്കൂളൊക്കെ കിട്ടിയിട്ടുള്ളതായിട്ട് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇനി ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാറാം, അല്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അടുത്ത സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ജില്ലാ ട്രാൻസ്ഫർ കൂടിയുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജില്ലയും മാറാം, അതുപോലെ സ്കൂളും കോമ്പിനേഷനും കൂടി മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഓഗസ്റ്റ് 3-ാം തീയതി വൈകുന്നേരം 4-ന് മുമ്പായിട്ട്, അതായത് നിങ്ങൾക്ക് നാളെ മുതൽ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിനുള്ളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് കിട്ടിയുള്ള അഡ്മിഷനും അതുപോലെ അലോട്ട്മെൻറ്റുകളും ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കുക. കാരണം കിട്ടിയത് വെറുതെ നഷ്ടപ്പെടുത്തേണ്ട. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.